നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പനാജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള 6 വരിപ്പാത ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. NH-66 മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധിപ്പിക്കുന്ന 6 വരിപ്പാതയാണിത്. പദ്ധതി വഴി വിമാനത്താവളത്തിൽ എത്തിച്ചേരാനുള്ള സമയം വലിയ രീതിയിൽ കുറയ്ക്കുമെന്നും വിനോദസഞ്ചാര മേഖലയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ ഉത്തേജനം പകരുമെന്നതാണ് പദ്ധതിയെന്നും ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് വ്യക്തമാക്കി. പദ്ധതിക്ക് പിന്തുണ നൽകിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നിതിൻ ഗഡ്കരിക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. ഡബിൾ എഞ്ചിൻ സർക്കാരിന് കീഴിൽ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഗോവ അതിവേഗം മുന്നേറുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗോവയിലെ റോഡ് ഗതാഗത മേഖല മെച്ചപ്പെടുത്തുന്നതിനായി അടുത്ത 5 വർഷങ്ങളിലുള്ളിൽ 25,000 മുതൽ 30,000 രൂപ വരെ അനുവദിക്കാൻ തയ്യാറാണ് എന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞു. ഗതാഗത കുരുക്ക് ഒഴിവാക്കി സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തുന്ന മലിനീകരണം കുറയ്ക്കുന്നതിൽ ശ്രദ്ധ നൽകി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്നും ഗഡ്കരി ഗോവ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മികച്ച റോഡുകൾ വരുന്നത് ഓരോ പ്രശ്നങ്ങളുടെയും വികസനത്തിലേക്ക് കൂടിയാണ് വഴിവെക്കുന്നത്. പലയിടങ്ങളിലും വിനോദസഞ്ചാരികളുടെ എണ്ണം 3 ഇരട്ടിയായി ഉയർന്നു. ഗോവയ്ക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് വഴി പൊതുഗതാഗതത്തെ ജനപ്രിയമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വലിയ റോഡുകൾ നിർമ്മിക്കുമ്പോൾ അവിടെ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ആളുകൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം എത്താൻ കഴിയുമെങ്കിലും മലിനീകരണം എന്നത് വലിയ പ്രശ്നമായി തുടരുന്നു. ഗോവയിലേക്കുള്ള ബൈക്ക് ടാക്സികളെ CNG അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോട്ടോർ സൈക്കിളുകളാക്കി മാറ്റുക എന്ന നിർദ്ദേശം പ്രമോദ് സാവന്ത് മുന്നോട്ട് വച്ചിരുന്നു. ഗോവ പോലൊരു സംസ്ഥാനത്ത് പെട്രോളിയം ഡീസലും വഴി ഉണ്ടാകുന്ന മലിനീകരണം കുറയ്ക്കാൻ ഇത് സഹായകരമാകും. 22,000 കോടി രൂപയുടെ പദ്ധതികൾ ഗോവയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകും. അതുപോലെ തന്നെ വരും വർഷങ്ങളിലും സമാനമായ തുകയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകുമെന്നും അതേപോലെ തന്നെ ഗോവയുടെ വികസനത്തിന് കൈത്താങ്ങാകുമെന്നും ഗഡ്കരി പറഞ്ഞു.